ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബോൺ അപ്പറ്റൈറ്റ് യുവർ മെജസ്റ്റി എന്നൊരു ഡ്രാമയുടെ 4ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ മുക്ചു ഇപ്പോൾ നമ്മുടെ കിങ് ആയിട്ടുള്ള ഈഹണിന്റെ ഗ്രാൻഡ് മദറിനെ മനഃപൂർവ്വം പറഞ്ഞ് ചൂട് പിടിപ്പിച്ചിട്ട് യുഞ്ചിയുടെ ഒരു കുക്കിംഗ് കോൺടെസ്റ്റ് തന്നെ നടത്തുന്നുണ്ട്. അങ്ങനെ ആ ഒരു കോമ്പറ്റീഷൻ കാണാനായിട്ട് അവിടേക്ക് കിങ് ആയിട്ടുള്ള ഈഹണും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ കിങ്ങിന്റെ ഗ്രാൻഡ് മദർ വന്നിട്ട് ഈ കുക്കിംഗ് കോമ്പറ്റീഷന്റെ ടീം എന്താണെന്ന് അവരോട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്. അതിൽ അവരുടെ എൽഡേഴ്സിനോടും ആൻസസിനോടും ഒക്കെയുള്ള ലവും റെസ്പെക്റ്റും കെയറും അങ്ങനെ എല്ലാം കാണിക്കുന്ന ഒരു ഡിഷ് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനെന്നും, മാത്രമല്ല ഈ ഒരു കോമ്പറ്റീഷൻ എങ്ങാനും ജിയൻ തോറ്റു പോവുകയാണെങ്കിൽ അവളുടെ കൈ തന്നെ അവർ അറുത്ത് മാറ്റുമെന്നും അതായിരിക്കും അവൾ ചെയ്യേണ്ടി വരുന്ന പണിഷ്മെന്റ് എന്നും ആ ഒരു ഗ്രാൻഡ് മദർ ഇപ്പോൾ പറയുന്നുണ്ട്. മാത്രമല്ല ഇതിനിടയിൽ ഗ്രാൻഡ് മദർ വളരെ വീക്കായിട്ട് ഒന്ന് വീഴാൻ പോകുന്നതും അവൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ മത്സരം തുടങ്ങുന്ന സമയത്ത് അവരെല്ലാവരും തന്നെ അവരുടെ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. അവിടെ വെച്ച് യൻജീനാകട്ടെ ബാക്കി രണ്ടുപേരും മാക്സിമം സാധനങ്ങളൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾക്കായിട്ട് ഇൻഗ്രീഡിയൻസ് മനഃപൂർവ്വം തന്നെ ബാക്കി വെക്കാതിരിക്കുന്നതും അവളെ അവോയ്ഡ് ചെയ്യുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഈ ഒരു ഡിഷിന്റെ പ്രധാന ഇൻഗ്രീഡിയന്റ് വരുമ്പോഴും അത് വളരെ കുറച്ച് മാത്രമാണ് യോഞ്ചിക്ക് കിട്ടുന്നത്. കാരണം ബാക്കി രണ്ടുപേരും മനഃപൂർവ്വം തന്നെ അത് വലിയ ക്വാണ്ടിറ്റിയിൽ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻഗ്രീഡിയന്റ് ആകട്ടെ ഈ ഒരു ഡിഷിന്റെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആയതുകൊണ്ട് ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ച് അവിടെ ഇരിക്കുന്ന നേരം ഇന്ന് ക്വീന് അവളുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയാൻ നേരം അവൾ വീക്കായി പോയത് ആലോചിച്ച് ക്വീനിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് അവളിപ്പോൾ അവിടെ കിടക്കുന്ന സ്പിന്നച്ചും ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതേ നേരെയാണ് ഊനച്ചപ്പോ അവിടേക്ക് വന്നിട്ട് അവളുടെ അടുത്ത് എന്താണ് നീ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഇപ്പൊ യഞ്ചി തന്നെ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഇൻഗ്രീഡിയന്റ് എനിക്ക് കിട്ടിയില്ലെന്നും ബാക്കി രണ്ടുപേരും അത് എക്സസ് ആയിട്ട് എടുത്തുകൊണ്ട് പോയെന്നും പറയുമ്പോൾ ആ ഒരു ഊനച്ചാകട്ടെ തന്റെ കയ്യിൽ ഒരു ഇൻഗ്രീഡിയന്റ് കുറച്ച് മാത്രം ഇരിക്കുന്നുണ്ടെന്നും അത് വേണമെങ്കിൽ അവൾക്ക് എടുത്തു തരാമെന്നും പറഞ്ഞ് അവൾ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ ബാക്കി 2 കുക്കുമാരും കൂടിയിട്ട് അവിടേക്ക് എത്തിയിട്ട് അവരുടെ ഡിഷ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കണ്ട് കിങ് ആയിട്ടുള്ള ഹന്ന് അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്നും എന്ത് വിധേനയും അവൾ ഈ ഒരു മത്സരത്തിൽ ജയിക്കണമെന്നും അല്ലെങ്കിൽ അവൾക്ക് അവളുടെ ഒരു കൈ തന്നെയാണ് നഷ്ടപ്പെടാൻ പോകുന്നതെന്നും എന്ത് വിധേനയും നീ തന്നെ ഈ ഒരു കോമ്പറ്റീഷനിൽ ജയിക്കണമെന്ന് അങ്ങനെ ആലോചിച്ചിരിക്കെ തന്നെ യഞ്ചി ഇപ്പോൾ കളക്ട് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാമായിട്ട് അവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവൾ ആ ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടിയിട്ട് ഇവൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന് മനസ്സിലാവാതെ എന്തൊക്കെയായാലും അവൾ എന്തായാലും ഈ ഒരു കോമ്പറ്റീഷനിൽ ജയിക്കാൻ പോകില്ലെന്ന ഉറപ്പോടുകൂടി അവരെല്ലാവരും ഇപ്പൊ നമ്മുടെ യഞ്ചിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേനേരം യഞ്ചി ആകട്ടെ ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ നേരത്തെ അവള് ഊനച്ചിന്റെ ഒപ്പം പോയപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം ആലോചിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഗ്രാൻഡ് മദറിനെ ആയാലും പണ്ട് ചെറുപ്പത്തില് കുഞ്ഞായിരിക്കുമ്പോൾ ആൾക്കാർ ബലമായിട്ട് ഈ ഒരു കൊട്ടാരത്തിലേക്ക് പിടിച്ചുകൊണ്ട് വരുന്നതാണ്. അന്ന് ആ ഒരു ഗ്രാൻഡ് മദർ അവസാനമായിട്ട് ആ ഒരു ഗ്രാൻഡ് മദറിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കുടിച്ചുകൊണ്ടിരുന്നത് ഒരു സൂപ്പാണെന്നും അതിൽ പിന്നെ അവൾ എത്രയൊക്കെയോ സൂപ്പുകൾ ട്രൈ ചെയ്തെങ്കിലും ആ ഒരു ടേസ്റ്റിനെ പിന്നെ അവൾക്ക് ഒരിക്കലും ആസ്വദിക്കാനായിട്ട് സാധിച്ചിട്ടില്ലെന്നും അത് തന്റെ അമ്മയുടെ കൈപ്പുണ്യാണെന്നും ഇപ്പോഴും തനത് മിസ് ചെയ്യാറുണ്ടെന്നും റാണി ഇടയ്ക്കിടയ്ക്ക് പറയുന്നതായിട്ടും ഒന്നിച്ചപ്പോ യഞ്ചിയുടെ അടുത്ത് പറയാണ്. അങ്ങനെ ആ ഒരു തീമിനോട് ചേർന്ന് ഒരു റാണി കുടിക്കാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്ന ആ ഒരു സൂപ്പ് ഉണ്ടാക്കാമെന്ന് അവൾ തീരുമാനിക്കുകയാണ്. പക്ഷെ ബാക്കി 2 കുക്കുമാരാകട്ടെ അവരുടെ ഏറ്റവും വലിയ കഴിവുകൾ പുറത്തെടുത്ത് നല്ലൊരു അടിപൊളി ഡിഷ് തന്നെ ഉണ്ടാക്കുമ്പോൾ അവള് വെറും ഒരു സൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ എന്തായാലും ഈ ഒരു മത്സരത്തിൽ തോറ്റുപോകുന്നു. അതുകൊണ്ട് റാണിയുടെ അമ്മയൊക്കെ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്ന ആ ഒരു സൂപ്പിന്റെ സീക്രട്ട് എന്തായിരിക്കുമെന്നും തന്റെ അമ്മയുടെ സൂപ്പ് കുടിക്കുമ്പോൾ റാണിക്ക് കിട്ടുന്ന ആ ഒരു റിഫ്രഷ്മെന്റ് കൊടുക്കാനായിട്ട് അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും അവളങ്ങനെ ആലോചിച്ചിരിക്കെ തന്നെ എന്തോ ഒരു ഐഡിയ, ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് തന്നെ അവൾ ആ ഒരു ഇൻഗ്രീഡിയന്റ് എടുക്കാനായിട്ട് അവിടെ നിന്ന് പോവാൻ ഒരുങ്ങുമ്പോൾ മുഗ്ജുവും ബാക്കിയുള്ള അവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടിയിട്ട് അതിനെ എതിർക്കുന്നുണ്ട്. അതൊരിക്കലും ഈ ഒരു ഗെയിമിന് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ലെന്നും അതുകൊണ്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം അവൾക്ക് പാചകം ചെയ്യാൻ പറ്റുള്ളൂ എന്നും അവർ പറയുമ്പോൾ ശരിക്കും അവൾക്ക് ആ ഒരു ഇൻഗ്രീഡിയന്റ് കിട്ടാനും അവളെ രക്ഷിക്കാനായിട്ട് ഈഹൺ അതിൽ ഇടപെട്ടിട്ട് മത്സരത്തിന് മുമ്പ് ഇങ്ങനെ ഒരു റൂളൊന്നും പറയാത്ത കാരണം കൊണ്ട് നിനക്ക് വേണമെങ്കിൽ ആ ഒരു ഇൻഗ്രീഡിയന്റ് പോയിട്ട് എടുക്കാമെന്നും പക്ഷേ എന്നിട്ടും നീ ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിന്റെ 2 കൈയും എടുക്കുമെന്നും അവളിപ്പോൾ വാൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം കേട്ടിട്ട് മുഗ്ജുനും അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ടെങ്കിലും ശരിക്കും ഈ ഒരു മത്സരത്തിൽ കുക്കായിട്ടുള്ള യഞ്ചി തന്നെ ജയിക്കണമെന്നും അവൾക്ക് അതിനുവേണ്ട ഒരു ഹെൽപ്പും കൂടിയിട്ടാണ് കിങ് ശരിക്കും ചെയ്തു കൊടുക്കുന്നതെങ്കിലും ഇത് കേട്ട് യഞ്ചി ഒന്ന് ഞെട്ടി തന്നെ പോകുന്നുണ്ട്. കാരണം ഒരു കുക്കിനെ സംബന്ധിച്ച് ഏറ്റവും വേണ്ടത് അവളുടെ ആ 2 കൈകൾ തന്നെയാണല്ലോ. അങ്ങനെ ഇത് കേട്ട് അവൾ ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഈ ഒരു മത്സരത്തിൽ ജയിക്കണം എന്നുള്ള വാശി തന്നെ അവൾക്കിപ്പോൾ വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ തന്നെ ടൈം ഒരുപാട് ആയതുകൊണ്ട് അവളിപ്പോൾ അവളുടെ ആ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഗില്ലിനെ പിടിച്ച് വിളിച്ചിട്ട് അവളുടെ സ്വകാര്യമായിട്ട് ആ ഒരു ഇൻഗ്രീഡിയന്റ് കൈക്കലാക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇതേ നേരം തന്നെ മുഗ്ജു അവളുടെ പ്ലാൻ മനസ്സിലാക്കിയിട്ട് അവളുടെ ഒരു മെയ്ഡിനെ വിളിച്ചിട്ട് എന്തോ സീക്രട്ട് ആയിട്ട് അവളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ 3 പേരും അവരുടെ കുക്കിംഗ് സ്കിൽസ് ഒക്കെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതേ നേരം തന്നെ ഗില്ലിപ്പോ അവൾ പറഞ്ഞിരുന്ന ആ ഒരു ഇൻഗ്രീഡിയന്റ് എടുക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. പക്ഷെ അവൾ തിരിച്ചു വരും വഴിയിൽ മുഗ്ജുവിന്റെ ആ ഒരു മെയ്ഡ് വന്ന് അവൾ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ച് അവളെ താഴേക്ക് വീഴ്ത്തിയിടുന്നൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു കോമ്പറ്റീഷൻ നിൽക്കാനായിട്ട്
കറക്റ്റ് കുറച്ച് സമയം ബാക്കിയുള്ളപ്പോൾ പാവം കില്ല് കുറെ മുറിവുകളൊക്കെ ആയിട്ട് ഓടി അവളുടെ അടുത്തേക്ക് എത്തിയിട്ട് അവൾക്ക് ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ യൻജി ആ ഒരു ഇൻഗ്രീഡിയന്റ് ഒക്കെ വെച്ച് കറക്റ്റ് ആ ഒരു സമയം കഴിയുന്നേക്കാളും തൊട്ട് മുമ്പ് തന്നെ അവളുടെ ആ ഒരു ഡിഷ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ 3 പേരും കൂടിയിട്ട് ആ ഡിഷുകളൊക്കെ കഴിക്കാനായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ആദ്യം തന്നെ അവർ ടേസ്റ്റ് ചെയ്യുന്നത് അവിടുത്തെ ജൂനിയർ കുക്കിന്റെ ഫുഡായിരുന്നു. അങ്ങനെ ഇപ്പൊ ക്വീനും കിങ്ങും എല്ലാവരും ആ ഒരു ഡിഷ് ടേസ്റ്റ് ചെയ്തിട്ട് അത് അവർക്ക് വളരെയധികം ഇഷ്ടമായെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കുക്കിന്റെ ഡിഷും വളരെയധികം ഡെലീഷ്യസ് ആയിട്ടുണ്ടെന്നും പണ്ടത്തെ ഒരുപാട് ഓർമ്മകൾ അത് അവർക്ക് കൊണ്ടുവരുന്നുണ്ടെന്നും ഇങ്ങനെ ഗ്രാൻഡ് മദർ ഇപ്പോൾ അവരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ യൻജിയുടെ സമയം വരുമ്പോൾ അവളുണ്ടാക്കിയ ആ ഒരു ഡിഷ് കഴിച്ചിട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഒരു ഷോക്ഡ് ആയ പോലെ അവളെ നോക്കും. അങ്ങനെ അത് കാണുമ്പോൾ യൻജിക്ക് ഇതിലൊക്കെ ടെൻഷൻ ആവുന്നുണ്ടെങ്കിലും മൊഗ്ജു ഇപ്പോൾ അവളുടെ അടുത്ത് കുത്തി കുത്തി ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കെ തന്നെ ഈഹന്റെ ഗ്രാൻഡ് മദർ ഇപ്പോൾ അവളുടെ അടുത്ത് അത് നിർത്താനും ഈ ഒരു ഡിഷ് അതിമനോഹരമാണെന്നും ഇന്നത്തെ തീമിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഈ ഒരു ഡിഷാണെന്നും പറയുന്നുണ്ട്. മാത്രമല്ല എന്തുകൊണ്ടാണ് നീ ഈ ഒരു ഡിഷ് തന്നെ ഉണ്ടാക്കിയെന്ന് അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അതിൽ അവൾ സീക്രട്ട് ആയിട്ട് ആഡ് ചെയ്തത് കുറെ കക്കകളെയാണെന്നും അത് തന്നെ ആയിരിക്കും ആ ഒരു റാണീന്റെ മദർ സീക്രട്ട് ആയിട്ട് അവളുടെ സൂപ്പിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതെന്നും അവളിപ്പോൾ റിവീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പാസ്റ്റിലത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ആ ഒരു റാണിക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് അവളിപ്പോൾ ആ ഒരു സൂപ്പ് വാരി വാരി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏറ്റവും അവസാനം ഒരു കോമ്പറ്റീഷന്റെ വിന്നറായിട്ട് നമ്മുടെ യൻജിയുടെ തന്നെയാണ് എല്ലാവരും തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെ എല്ലാവരും അതിന്റെ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ മൊഗ്ജു മാത്രം അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതേ നേരം തന്നെ ബാക്കി 2 കുക്കുകളും ഈ ഒരു മത്സരത്തിൽ ഫെയിൽ ചെയ്ത കാരണം കൊണ്ട് അവരുടെ കൈകൾ അടർത്തി മാറ്റാനായിട്ട് ഇപ്പൊ രാജാവ് അവരുടെ അടുത്ത് കൽപ്പിക്കുമ്പോൾ ഒരു കുക്കിന് ഏറ്റവും കൂടുതൽ വേണ്ടത് അവരുടെ കൈകളാണെന്നും അതുകൊണ്ട് ഒരിക്കലും അവരങ്ങനെ ഉപദ്രവിക്കരുതെന്നും യുഞ്ചി തന്നെയാണ് ഇപ്പൊ കിങ്ങിന്റെ മുമ്പിലേക്ക് വന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പൊ ഗ്രാൻഡ് മദറും ഇതേ കാര്യം തന്നെ ശരിവെച്ച് പറയുമ്പോൾ ലാസ്റ്റ് കിങ് ആയിട്ടുള്ള ഈഹൻ ഇതിന് സമ്മതിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവനെന്തോ ദേഷ്യത്തില് ഗ്രാൻഡ് മദറിനെ നോക്കുന്നുണ്ട്. കാരണം തന്റെ അമ്മയുടെ ആ ഒരു മരണത്തില് ഗ്രാൻഡ് മദറിനും എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അവൻ സംശയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മത്സരമൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് കിച്ചണിലേക്ക് വരുന്ന സമയത്ത് തന്റെ ജീവൻ രക്ഷിച്ചതിന് 2 കുക്കുമാരും അവളോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ അവള് കില്ലിന്റെ അടുത്തേക്ക് പോയിട്ട് നിനക്ക് എന്താണ് പറ്റിയതെന്ന് അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ താൻ ആ ഒരു ഇൻഗ്രീഡിയന്റ് എടുത്ത് വരുന്ന വഴി ആരോ തന്നെ ആക്രമിച്ചു എന്നും ആ നേരം ഈ കിങ്ങിന്റെ തന്നെ ആ ഒരു ആക്ടർ ആയിട്ടുള്ള കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട ഗൊങ്ങാണ് അവളെ രക്ഷിച്ചതെന്ന് അവളിപ്പോ പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ മൊഗ്ജുവിനെ കാണിക്കുകയാണെങ്കിൽ അവളിപ്പോ ശരിക്കും ഇനി കിങ് ആയിട്ടുള്ള ഈഹണ് അവിടുത്തെ വെറും ഒരു കുക്കായിട്ടുള്ള യൻജിയുടെ അടുത്ത് എന്തെങ്കിലും ക്രഷ് ഉണ്ടോ എന്നും അതുകൊണ്ടാണോ അവനിങ്ങനെ അവളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതെന്നും ഒരു ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട്. എന്നാൽ ഇതേ നേരത്തെ തന്നെ ഈഹടപ്പോ അവിടേക്ക് വന്നിട്ട് ശരിക്കും നീ തന്നെയല്ല ഈ ഒരു കോമ്പറ്റീഷൻ വെച്ചതെന്നും എന്റെ പെർമിഷൻ പോലും ചോദിക്കാണ്ട് ഞാൻ അപ്പോയിന്റ് ചെയ്ത കുക്കിനെ ഇങ്ങനെ ഒരു മത്സരത്തിലേക്ക് വലിച്ചയക്കാനായിട്ട് എനിക്ക് എങ്ങനെ തോന്നിയെന്നും പറഞ്ഞ് അവളിപ്പോ ചീത്ത പറയുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുന്ന മൊഗ്ജു ആകട്ടെ ആകെ ദേഷ്യപ്പെട്ടിട്ട് കരഞ്ഞുകൊണ്ട് ഇതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഡെയിലി നീ എന്റെ അടുത്ത് വന്ന് പറയാറുണ്ടെന്നും പക്ഷെ ഇപ്പോ യൊഞ്ചി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് വന്നതിൽ പിന്നെ നിന്റെ അമ്മയുടെ മരണത്തിന് പ്രതികാരം ചെയ്യണമെന്നുള്ള നിന്റെ ആ ഒരു ലക്ഷ്യം പോലും നീ മറന്നിട്ട് അവളുടെ പുറകെയാണ് നീ നിന്റെ ശ്രദ്ധ ഫുള്ള് തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം കേട്ടിട്ട് ആകെ ഭ്രാന്ത് വരുന്ന ഈഹണിപ്പോ അവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കി മൊഗ്ജു അവനെ ആശ്വസിപ്പിക്കാൻ വരുമ്പോ വരെ അവൻ അവളെ തള്ളി മാറ്റുകയാണ്. ശരിക്കും അവനിങ്ങനെ എന്തെങ്കിലും മെന്റലി പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് മൊഗ്ജുവിന്റെ ഒപ്പം ഇരിക്കുമ്പോഴാണ് അവൻ ആകെ കൂടി ഒരു ആശ്വാസം കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ അവളെ തന്നെ അവനിപ്പോ മനഃപൂർവ്വം തള്ളി നീക്കുമ്പോൾ അത് അവൾക്ക് അത്രമാത്രം ഹേർട്ട്ഫുൾ ആകുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി അവര് കിങ്ങിന് വേണ്ട ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ അവിടേക്ക് ഊണിച്ച് വന്നിട്ട് ഇന്ന് രാത്രി നിങ്ങൾ കിങ്ങിന് ഫുഡ് ഉണ്ടാക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ഉണ്ടാക്കണമെന്നും കാരണം അവനിപ്പോ വളരെ ദേഷ്യത്തിലായിട്ടിരിക്കുകയാണെന്നും ഈ നേരം നിങ്ങൾ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവൻ പോലും പോയേക്കാമെന്ന് അവർ ഒന്നിച്ചപ്പോൾ ഇവരെ വാൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ട് എന്താ സംഭവം മനസ്സിലാവാതെ അവൾ നിൽക്കുമ്പോൾ നമ്മുടെ കിങ് ആയിട്ടുള്ള ഈ ഹെണ്ണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വളരെ മെന്റലി ഇറിറ്റേറ്റഡ് ആയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടെന്നും ആ സമയം അവരുടെ അടുത്തേക്ക് ആര് ചെന്നാലും അവരെ ചീത്ത പറഞ്ഞു വിടുകയും ഫുഡ് കഴിക്കാനായിട്ട് കൂട്ടാക്കാതിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടെന്നും ഊന്നിച്ചപ്പോൾ അവളോട് പറയുന്നുണ്ട്. മാത്രമല്ല ഈ സമയത്ത് ഇത്ര നാളും അവന്റെ ഒപ്പം ഉണ്ടായിരുന്നത് മൊഗ്ജു മാത്രമാണെന്നും മൊഗ്ജുവിനെ കാണുമ്പോൾ മാത്രം അവനെതിരെ ആശ്വാസം കിട്ടാറുള്ളൂ എന്നും ഊന്നിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ യൻജി കിങ്ങിന്റെ ആ ഒരു മൂഡൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് അതിനായിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ അവൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് ആ ഒരു റെസിപ്പി മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ച് എടുക്കുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി അവൾ കിങ്ങിനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ അവൻ ആകെ ദേഷ്യത്തിലിരിക്കുന്ന കണ്ടിട്ട് അവളൊന്ന് പേടിക്കുന്നുണ്ട്. അങ്ങനെ അവർ ആ ഒരു ഫുഡൊക്കെ അവന്റെ ടേബിളിന്റെ മേലെ കൊണ്ടുവയ്ക്കുമ്പോൾ വളരെ ദേഷ്യത്തോടെ തന്നെ ബാക്കിയുള്ള എല്ലാവരോടും തന്നെ അവിടെ നിന്ന് വേഗം പോവാനും യൻജിയുടെ അടുത്ത് ആ ഒരു ഡിഷിന്റെ എക്സ്പ്ലനേഷനും അവൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവൻ ഉണ്ടാക്കി വന്ന ഒരു പുതിയ മോഡൽ നൂഡിൽസിനെ അവൾ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ട് അതെങ്ങനെയാണ് കഴിക്കാന്നൊക്കെ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അവൻ അത് ഓരോന്നും തെറ്റിച്ച് ചെയ്യുന്ന കാണുമ്പോൾ അത് അവൾ തന്നെ അവന് കഴിക്കേണ്ട വിധമൊക്കെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ
ഇപ്പോൾ അവളുടെ ആ ഒരു ഫുഡ് കഴിക്കുമ്പോൾ തന്നെ കിങ്ങിന് പകുതി ആശ്വാസമൊക്കെ ആയിട്ട് അവൻ വീണ്ടും നോർമൽ ആകുന്നുണ്ട്. മാത്രമല്ല ഒരൊറ്റ ഇരിപ്പിന് തന്നെ അത് ഫുള്ളും അവൻ തീർക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ദിവസം നീ ഈ ഡിഷ് തന്നെ ഉണ്ടാക്കിയെന്ന് കിങ് ചോദിക്കുമ്പോൾ അത് പിന്നെ പണ്ട് എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ തന്റെ അച്ഛൻ തനിക്ക് ഈ ഒരു ഡിഷാണ് കുക്ക് ചെയ്ത് തരാമെന്നും അത് കഴിക്കുമ്പോൾ അവൾക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇപ്പൊ കിങ്ങിനെ ഇത്രയും വിഷമിച്ച് കാണുമ്പോൾ അവനെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൾ ഒരു ഡിഷ് ഉണ്ടാക്കിയെന്ന് അവളിപ്പോ പറയുന്നുണ്ട്. മാത്രമല്ല തന്റെ അച്ഛനെ അവളിപ്പോ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു കൂടി പറയുമ്പോൾ അതിനിപ്പോ എന്താ നിന്റെ അച്ഛനെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരാലോ എന്ന് ഇങ്ങ് പറയുന്നുണ്ടെങ്കിലും അവൾ വീണ്ടും എന്റെ അച്ഛൻ ഇവിടെ ഒന്നല്ലെന്നും താൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നതൊക്കെയാണെന്നും പറയുന്നുണ്ട്. മാത്രമല്ല തനിക്ക് ആ ഒരു മാംഗ്രോക്ക് എന്ന് പറഞ്ഞ ആ ഒരു ബുക്ക് ഇട്ടാണെങ്കിൽ അത് ഉപയോഗിച്ച് തിരിച്ചു ചെല്ലാമെന്നും അവൾ പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേൾക്കുന്ന കിങ് ആകട്ടെ നീ ഭാവിയിൽ നിന്ന് വന്നതാണെന്ന് നീ പറയുന്നത് സത്യമാണെങ്കിൽ എന്റെ ഫ്യൂച്ചർ എനിക്ക് തീർച്ചയായിട്ടും അറിയാമായിരിക്കുന്നു അത് പറയാനും ആവശ്യപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞ കിങ് ആയിട്ടുള്ള ഈഹൻ ഇനി അധിക നാളില്ലാണ്ട് തന്നെ ആ ഒരു കൊട്ടാരത്ത് ഡീത്രോൺ ചെയ്യപ്പെടുമെന്നും പിന്നീട് ഒരിക്കലും അവന് രാജാവായിട്ട് കഴിയാൻ സാധിക്കില്ലെന്നും ഉള്ള ആ ഒരു ഹിസ്റ്ററി ഇവിടെ യഞ്ചിക്ക് നന്നായിട്ട് തന്നെ അറിയാമായിരുന്നെങ്കിലും അവൾ ഈ ഒരു കാര്യം പേടിച്ചിട്ട് അവന്റെ അടുത്ത് പറയുന്നില്ല. പകരം നിന്റെ കൂടെയുള്ളവരൊക്കെ നന്നായിട്ട് വിശ്വസിക്കാനും അല്ലെങ്കിൽ അത് വലിയൊരു ആപത്തിലേക്കായിരിക്കും ചെന്നെത്തിക്കുന്നതെന്നും അവളൊരു വാർണിംഗ് അവന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവന്റെ മൂഡൊക്കെ ഓക്കെ ആയിട്ട് അവൾ അവിടെ നിന്ന് പോകാണ്. അന്ന് വൈകുന്നേരം എല്ലാ ദിവസവും അവൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന റെസിപ്പീസ് ഒക്കെ തന്റെ ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കല് കിങ്ങിന്റെ ഒരു പതിവ് തന്നെയായിരുന്നു. അങ്ങനെ അന്ന് രാത്രി അവൻ അത് വീണ്ടും നോട്ട് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ഇതിന് എന്ത് പേരിടണമെന്ന് അവൻ ആലോചിക്കുമ്പോൾ നേരത്തെ യഞ്ചി പറഞ്ഞ മാംഗ്രോക്ക് എന്ന് പറഞ്ഞ ആ ഒരു ബുക്കിന്റെ പേര് അവന് ഓർമ്മ വരാണ്. അങ്ങനെ അവൻ എന്തുകൊണ്ടോ ആ ബുക്കിന് ആ പേര് തന്നെ ഇട്ട് കൊടുക്കുന്നതും ഇതേ സമയം ശരിക്കും ആ ഒരു ബുക്ക് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷമായി പോകുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. കാരണം യഥാർത്ഥത്തിൽ അത് പാസ്റ്റില് ഈഹൻ തന്നെ എഴുതിയൊരു ബുക്കായിരുന്നല്ലോ. ഇപ്പതാ പാസ്റ്റില് ശരിക്കും അവനത് എഴുതിക്കൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് അറ്റ് എ ടൈം എങ്ങനെയായാലും അവിടെ 2 ബുക്ക് ഒരിക്കലും വരില്ലായിരുന്നു. എന്നാൽ ഇതേ നേരം തന്നെ അവിടേക്ക് ഒരു ഗാർഡ് വന്നിട്ട് നമ്മുടെ കിങ്ങിന്റെ അടുത്ത് കിങ്ങിന് ഏറ്റവും വിശ്വാസം ഉണ്ടായിരുന്ന അവന്റെ ഒരു വർക്കർ മരിച്ചുപോയിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെയൊക്കെ ഇടയിൽ കൂടെ തന്നെ ആരോ തനിക്കിട്ട് എന്തോ വലിയ പണികൾ തന്നെ തരാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടെന്നും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയാണ് തന്റെ അമ്മ മരിച്ചതെന്നും അമ്മയുടെ പുറകിലുള്ള മരണത്തിന്റെ ആ ഒരു മിസ്റ്ററി എന്താണെന്നും എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇവരൊക്കെ എന്റെ അമ്മേനെ കൊന്നു കളഞ്ഞെന്നും ആലോചിച്ച് അവന് പാക ഫിറ്റായിട്ട് കുറെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഡ്രിങ്ക്സ് കഴിച്ച് വിശക്കുന്നവൻ ഫുഡ് വേണമെന്ന് പറയുമ്പോൾ ആ രാത്രി തന്നെ ഉറക്കത്തിന്ന് പാവം നമ്മുടെ യഞ്ചിക്ക് വന്ന് അവന് വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടി വരാണ്. ഈ പാതിരാത്രി ഇയാൾക്ക് തന്നെ പ്രാന്താണോ എന്ന് പറഞ്ഞ് അവൾ ഒരു കണക്കിന് അവന് വേണ്ട ഫുഡൊക്കെ കൊടുത്ത് എത്തുമ്പോഴാണ് അവിടെ ഫിറ്റായിട്ട് കിടക്കുന്ന ഈ ഹെണ്ണ അവൾ കാണുന്നത്. അങ്ങനെ ഇപ്പോൾ അവൾ അവന് വേണ്ട ഫുഡ് കൊടുക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് അവൻ പെട്ടെന്ന് ഒട്ടും തന്നെ വിചാരിക്കാതെ അവളെ പിടിച്ച് അടുത്ത് കിടത്തുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നേക്കാളും മുമ്പ് തന്നെ ഒരു പക്ഷെ ഡ്രിങ്ക്സ് കഴിച്ചതിന്റെ ഒരു ഫീലിംഗിലാവാം അവൻ അവളെ കിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സീനും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ മാംഗ്രോക്ക് എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഇപ്പൊ ശരിക്കും എക്സിസ്റ്റൻസിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ആ ഒരു ബുക്ക് കാരണം തന്നെയാണ് ഇപ്പോൾ യഞ്ചിക്ക് ഇങ്ങനെ ടൈം ട്രാവൽ ഒക്കെ ചെയ്തു വരാനായിട്ടും സഹായിച്ചത്. പക്ഷെ ഇനിയൊരു തിരിച്ചുപോക്ക് അവൾക്ക് സാധ്യമാണോ? അതുപോലെ നമ്മുടെ കിങ്ങിന് പാസ്റ്റില് അവൾ വായിച്ച് കേട്ടതുപോലെ തന്നെ അവന്റെ രാജ്യം നഷ്ടമാവുമെന്നൊക്കെ ഇനി വരുന്ന എപ്പിസോഡ്സിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ടിൽ ദി നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ ആൻഡ് ബൈ.